ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ ലോട്ടറി എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ ലോട്ടറിയാണ്. ബ്രസീലിൻ്റെ മെഗാസേന എന്ന് പറയുന്ന ലോട്ടറിയാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ബ്രസീലിൻ്റെ ലോട്ടറി, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ടാക്സ്, മറ്റ് സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രസീലിൻ്റെ ലോട്ടറി എന്ന് പറയുന്നത് ലോട്ടോ ഏജൻറ്റിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ, ലോട്ടറിൽ അവൈലബിൾ അല്ല. അതുപോലെ പോർച്ചുഗലിലെ ലോട്ടറി ഉണ്ട്. പോർച്ചുഗലിൻ്റെ ലോട്ടറിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ, ലോട്ടോ ഏജൻറ്റിലല്ല. പോർച്ചുഗലിൻ്റെ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബ്രസീൽ ലോട്ടറിയുടെ ഡീറ്റെയിൽസ് നോക്കാം. ലോട്ടോ ഏജൻറ്റാണ്. ലോട്ടോ ഏജൻറ്റിൽ പോയിട്ട് ഓൾ ലോട്ടറീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. മെഗാസേന എന്ന് പറയുന്ന ലോട്ടറിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം 2 ടിക്കറ്റ് എടുക്കണം. ഒരു ടിക്കറ്റിൽ ടോട്ടൽ 60 നമ്പേഴ്സാണ് വരുന്നത്. 60 നമ്പേഴ്സിൽ 6 നമ്പർ നമ്മൾ മാച്ച് ചെയ്യണം. ടോട്ടൽ 60 നമ്പറാണ്, അതിൽ 6 നമ്പർ നമ്മൾ മാച്ച് ചെയ്യണം. ഒരു ടിക്കറ്റിന് വരുന്ന എമൗണ്ട് താഴെ 194 രൂപ മാത്രമേ ഉള്ളൂ. 2 ടിക്കറ്റിന് 388 രൂപയാണ്. നമ്മൾ മിനിമം 2 ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് ടോട്ടൽ 3 സമ്മാനങ്ങളാണ് വരുന്നത്. അതായത് 6 നമ്പർ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ജാക്ക്പോട്ട് വിൻ ചെയ്യാം. 6 നമ്പർ നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 6.5 കോടിയാണ് ഇപ്പോഴത്തെ സമ്മാനത്തുക. 5 നമ്പർ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 ലക്ഷം രൂപയാണ്. 4 നമ്പർ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 12,000 രൂപയാണ് നമുക്ക് ലഭിക്കുക. അത് വിന്നിങ് ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ്. ആക്ച്വലി രണ്ടാം സമ്മാനം ഏകദേശം 2.5 കോടിയുടെ അടുത്തുണ്ട്. പക്ഷേ വിന്നേഴ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന എമൗണ്ട് കുറയും. ഓക്കെ, നമ്മളിതിൽ നോക്കിയിട്ട് 16/6/2026 ടോട്ടൽ 24 വിന്നേഴ്സ് ഉണ്ടായിരുന്നു സെക്കൻഡ് പ്രൈസ്. അങ്ങനെ ഒരാൾക്ക് 10 ലക്ഷം രൂപ വെച്ചിട്ടാണ് കൊടുത്തത്. അതുപോലെ തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 14,000-15,000 രൂപയുടെ അടുത്താണ് ഒരാൾക്ക് കിട്ടുക. അത് ഏകദേശം വിന്നേഴ്സ് കുറയുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ലഭിക്കും. ഏകദേശം 3,000 വിന്നേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് 15,000 രൂപ ലഭിക്കുക 4 നമ്പർ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് ബ്രസീൽ ലോട്ടറി ടാക്സബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ടാക്സ് എത്രയാണ് നോക്കാം. 30% ടാക്സ് വരുന്നത്. 30% ടാക്സ് അതിന് സിറ്റിസൺ ആയാലും നോൺ സിറ്റിസൺ ആയാലും 30% ടാക്സാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ടാക്സ് പേ ചെയ്യേണ്ടത് നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അവിടുത്തെ ടാക്സ് റൂളിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ എടുക്കാം, മറ്റ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ നേരെ ലോട്ടോ ഏജൻറ്റിൽ പോവുക. ലോട്ടറീസ് എടുക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാം മെഗാസേന. നമ്മൾ മിനിമം 2 ടിക്കറ്റ് എടുക്കണം. ബ്രസീലിൻ്റെ ഒറ്റ ലോട്ടറി മാത്രമേ ഉള്ളൂ ലോട്ടോ ഏജൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ 2 ലൈൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റാണ്. അപ്പോൾ ഈസി പിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ബൈ നൗ എന്നുള്ളത് കൊടുക്കുക. ഒന്നുകിൽ ആഡ് ടു കാർട്ട് അല്ലെങ്കിൽ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്തിട്ട് നമ്മളോട് രജിസ്റ്റർ ചെയ്യാനാണ് പറയുക. നമ്മളെ മെയിൽ ഐ ഡി, പാസ്വേഡ്, നമ്മുടെ പേര്, ലാസ്റ്റ് നെയിം, മെയിൽ ഐ ഡി, പാസ്വേഡ്, കറൻസി ഇന്ത്യ കൊടുത്തിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ടിക്കറ്റ് എടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിൽ ജസ്റ്റ് ലോഗിൻ എന്നുള്ള ബട്ടൺ കൊടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കൂപ്പൺ കോഡ് ഉണ്ട്. നിങ്ങൾ ആദ്യ യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 20 ഓഫ് അങ്ങനത്തെ കൂപ്പൺ കോഡുകളൊക്കെ അപ്ലൈ ചെയ്താൽ മതി. ആദ്യമായിട്ട് പർച്ചേസ് ചെയ്തത് 20 ഓഫ് അതൊക്കെ വർക്ക് ചെയ്യും. 10 ഓഫ്, 5 ഓഫ്, വെൽക്കം എന്നീ കോഡുകളൊക്കെ വർക്ക് ചെയ്യും. നമുക്ക് അപ്ലൈ കൊടുത്തിട്ട് പോസിറ്റീവ് പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. UPI ഉണ്ട്. മിനിമം $4 മിനിമം $4 വെച്ച് മുതൽ $52 വരെ. $4 താഴെയുള്ള ട്രാൻസാക്ഷന് UPI പറ്റില്ല. ബാങ്ക് കാർഡാണെങ്കിൽ, വിസ കാർഡാണെങ്കിൽ മിനിമം $10 ഞാൻ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം പേ നൗ എന്നുള്ളത് കൊടുക്കുക. പേ നൗ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ കൊടുക്കുക. നമുക്ക് കാണാം ചൂസ് പേയ്മെൻറ്റ് മെത്തേഡ് INR എന്ന് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ കൊടുക്കുക. അതിനുശേഷം QR കോഡ് സ്കാൻ ചെയ്യാനാണ്. നമുക്ക് ഒന്നുകിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് സ്കാൻ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മാനുവൽ ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ആളുകളുടെ പേരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ അയച്ചു കൊടുത്തിട്ട് നമ്മളെ യൂട്ടർ നമ്പർ ഇവിടെ താഴെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ Paytm അല്ലെങ്കിൽ ഫോൺ പേ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ആപ്പിലേക്ക് പോയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ആയിക്കോളും. നമ്മൾ എങ്ങനെയാണ് സാധാ ചെയ്യണം അതേപോലെ. ഞാൻ QR കോഡ് സ്കാൻ ചെയ്യണം. അതിനുശേഷം യൂട്ടർ നമ്പർ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള കൊടുക്കുക. ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത് വിത്തിൻ 5 മിനിറ്റ് കൊണ്ട് ഇത് അക്കൗണ്ടിലേക്ക് പണം ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അഥവാ പർച്ചേസ് ഫെയിൽഡ് ആവുകയാണെങ്കിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവും. അപ്പോൾ അതിന് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പേ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അക്കൗണ്ടിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ ലോട്ടറി പർച്ചേസ് ചെയ്യേണ്ടത്. ബ്രസീലിലെ ലോട്ടറിയാണ്. നമ്മളെ വേൾഡ് കപ്പൊക്കെ നടക്കുന്നത്, അതുകൊണ്ടാണ് ബ്രസീലിൻ്റെ ലോട്ടറി നിങ്ങൾ പരിചയപ്പെടുത്തിയത്. പോർച്ചുഗലിൻ്റെ ലോട്ടറിൻ്റെ അത് ലോട്ടറിയിൽ മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.